ചോദ്യപേപ്പർ ചർച്ചയിൽ കർശന നടപടിക്കൊരുങ്ങി ക്രൈംബ്രാഞ്ച്. ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ MS സൊല്യൂഷൻസ് അധ്യാപകർ ഇനി ഹാജരായില്ല എങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് നീക്കം. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് MS സൊല്യൂഷൻസ് ആണ് പ്രധാനപ്പെട്ട കുറ്റവാളികൾ. ആ യൂട്യൂബ് ചാനലിൽ ആണ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ ചാനൽ ഉടമ ഇപ്പോൾ ഒളിവിലാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അതിൽ ഉള്ള അധ്യാപകർ ചോദ്യം ചെയ്യാനായി വിളിച്ചുവെങ്കിലും അവർ ഹാജരാകുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തന്നെ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ അനഘ. തീർച്ചയായും ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ക്രൈംബ്രാഞ്ചിന്റെ പക്ഷത്തു നിന്നുണ്ടാകുന്ന നീക്കം ഈ ചോദ്യം പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ നോട്ടീസ് നൽകിയ അധ്യാപകർ ആരും തന്നെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഇതുവരെ ഹാജരായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇവർക്ക് മുൻപും ക്രൈംബ്രാഞ്ച് ഇത്തരത്തിൽ MS സൊല്യൂഷൻസിലെ അധ്യാപകർക്ക് നോട്ടീസ് കൃത്യമായി നൽകിയിരുന്നു. ഇന്നലെ 11 മണിക്കും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ MS സൊല്യൂഷൻസിലെ അധ്യാപകർ ആരും തന്നെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായിട്ടില്ല എന്നതാണ്. അതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കടുത്ത നീക്കത്തിലേക്ക് തന്നെ കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത അധ്യാപകരെ കൃത്യമായി തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മാത്രമല്ല, MS സൊല്യൂഷൻസിലെ CEO ആയിട്ടുള്ള ഷുഹൈബ് ഇപ്പോഴും ഒളിവിലാണ്. ഏറ്റവും ഒടുവിൽ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്ന വിവരം ഷുഹൈബ് ഇതര സംസ്ഥാനത്തേക്ക് കടന്നിട്ടുണ്ട് എന്ന വിവരമാണ്. മാത്രമല്ല, MS സൊല്യൂഷൻസ് എന്ന സ്ഥാപനം ചോദ്യപേപ്പർ ചോർത്തിയ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ MS സൊല്യൂഷൻസിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച ലാപ്ടോപ്പ്, മൊബൈൽ ഫോണ് എന്നിവയിൽ നിന്നൊക്കെ തന്നെയാണ് അന്വേഷണ സംഘം വിവരങ്ങൾ എടുത്തിരിക്കുന്നത്. അവിടെ നടത്തിയ പരിശോധനയിൽ നിന്ന് കൃത്യമായി തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ, ക്രിസ്മസ് പരീക്ഷാ ചോദ്യ പേപ്പർ MS സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിന് ചോർന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ MS സൊല്യൂഷൻസിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകരിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നത്. അധ്യാപകരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ എങ്ങനെയാണ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഈ അധ്യാപകർക്ക് പങ്കുണ്ടോ, അല്ലെങ്കിൽ CEO ആയിട്ടുള്ള ഷുഹൈബ് മാത്രമാണോ ഇതിൽ പങ്കാളിയായിട്ടുള്ളത് എന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ തന്നെ വ്യക്തമായ ചിത്രം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുള്ളൂ. മറ്റൊന്ന്, ഇത്തരത്തിൽ MS സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിൽ MS സൊല്യൂഷൻ നിരവധി ചോദ്യപേപ്പർ ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോയുടെ വിശദാംശങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഈ യൂട്യൂബിന് അന്വേഷണ സംഘം ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അതിന് ഉടൻ തന്നെ ആ മെയിലിനൊരു റിപ്ലൈ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഇത്തരത്തിൽ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ സുഹൈബിനായുള്ള അന്വേഷണം ഊർജിതമാക്കാനുള്ള നീക്കം തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പക്ഷെ എപ്പോഴും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. ആ വീഴ്ചയുടെ ഭാഗമായി തന്നെയാണ് ഷുഹൈബിന് കൃത്യമായി തന്നെ ഒളിവിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കി കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ MS സൊല്യൂഷൻ എന്ന സ്ഥാപനം ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുമ്പോഴും ഈ CEO ആയിട്ടുള്ള ഷുഹൈബിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിയാത്തത് അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ വീഴ്ചയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഉടൻ തന്നെ ഷുഹൈബിനെ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്ത് കൃത്യമായി ഈ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ തേടും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഏറ്റവും ഒടുവിലും വ്യക്തമാക്കുന്നത്. അനഘ, ഇതിൽ ഷുഹൈബ് മാത്രമല്ലല്ലോ, ഷുഹൈബ് കുറ്റക്കാരനാണ്. പക്ഷേ അദ്ദേഹം മാത്രമല്ലല്ലോ, അദ്ദേഹത്തിന് ചോദ്യങ്ങൾ കൃത്യമായി ക്രിസ്മസ് പരീക്ഷയുടെ ഹൈസ്കൂൾ പരീക്ഷയിലെ ചോദ്യങ്ങൾ കൃത്യമായി അദ്ദേഹത്തിന് കൈമാറിയ അധ്യാപകരുണ്ട്. അതായത് ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സമിതിയിൽ ഇടതുപക്ഷ അധ്യാപകർ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ആ അന്വേഷണം അങ്ങോട്ടേക്ക് പോകാതെ ഈ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് എതിരെ മാത്രം, MS സൊല്യൂഷൻസ് എന്നുള്ള സ്ഥാപനത്തിനെതിരെ മാത്രം അന്വേഷണം നടത്തി കുറ്റം സമ്പൂർണ്ണമായും അവരുടെ മുകളിൽ അടിച്ചു വെക്കാനുള്ള ശ്രമവും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നില്ലേ അനഘ? തീർച്ചയായും അതിന്റെ ആദ്യപടി എന്ന് തന്നെയാണ് ഈ ഷുഹൈബിന് ഒളിവിൽ പോകാനുള്ള അത്രയും കാലതാമസം അന്വേഷണ സംഘം നൽകി എന്നുള്ളത് തന്നെയാണ് പറയേണ്ടി വരുന്നത്. മാത്രമല്ല, ഷുഹൈബിന്റെ ബന്ധങ്ങൾ CPM-ലെ പല ഉന്നതരുമായിട്ട് ഷുഹൈബിന് കൃത്യമായ ബന്ധമുണ്ട് എന്ന് തന്നെ പലരും പറയുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ നടത്തിയ അന്വേഷണത്തിലും ഇത്തരത്തിൽ ഷുഹൈബിന് കൃത്യമായി തന്നെ കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള CPM-ലെ ഉന്നതരുമായിട്ട് കൃത്യമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ ബന്ധത്തിന്റെ അല്ലെങ്കിൽ
അതിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഷുഹൈബ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത് എന്നതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ചോദ്യപേപ്പർ ഷുഹൈബിന് എന്ന യൂട്യൂബ് ചാനലിന് ചോർന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ചോർന്നു, ആരാണ് ഷുഹൈബിന് ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകിയത്? അങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഇത്തരത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സമിതിയിലുള്ളത് മുഴുവനായും CPM-ന്റെ ഏതെങ്കിലും ബന്ധപ്പെട്ട അനുഭാവിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരോ ആണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ അധ്യാപകരിലേക്ക് അന്വേഷണം നീളും. അത് വലിയ സമ്മർദ്ദത്തിലേക്ക് അന്വേഷണ സംഘത്തെ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെയായിരിക്കും അന്വേഷണ സംഘം ഒരു പക്ഷേ ഷുഹൈബിലേക്ക് മാത്രം അല്ലെങ്കിൽ MS സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിലേക്ക് മാത്രം ഈ അന്വേഷണം ഒതുക്കാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വമാണ് അന്വേഷണ സംഘം ഇത്തരത്തിൽ ഒരു വീഴ്ച അല്ലെങ്കിൽ ഷുഹൈബിനെ ആദ്യം മുതൽ തന്നെ കസ്റ്റഡിയിലെടുക്കുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യുക എന്നതിലേക്ക് കടക്കാതിരുന്നത് മനഃപൂർവ്വമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് അതെ, അങ്ങനെ തന്നെയാണ്. കൃത്യമായും ഇടതുപക്ഷ അധ്യാപകരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടി അതിനകത്ത് നടക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ വളരെ ശക്തമാണ്. MS സൊല്യൂഷൻസിലെ അധ്യാപകരെ ചോദ്യം ചെയ്യാനായി ഹാജരാകാനായി വിളിച്ചുവെങ്കിലും അവർ എത്താൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അവരെ കസ്റ്റഡിയിലെടുക്കാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ.